ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ റോസ്മേരിയുടെ ഇല വെച്ചിട്ട് മുടി കൊഴിച്ചിലിനുള്ളൊരു ശാശ്വത പരിഹാരം കണ്ടെത്താനുള്ളൊരു വീഡിയോ ആട്ടോ. അപ്പം ഞാനിത് ഒരുപാട് തവണ പരീക്ഷിച്ച് വിജയിച്ച ഒരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഇതൊന്ന് കണ്ടു നോക്കണം. ഇത് എണ്ണ കാച്ചുവോ അല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളം സ്പ്രേ ചെയ്യുമോ ഒന്നും അല്ല കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എന്നാന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് റോസ്മേരിയുടെ ഇല കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് റോസ്മേരിയുടെ ഇല ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് കിടക്കാം. വളരെ കുറച്ച് സാധനങ്ങളാട്ടോ ഇതിനാവശ്യമുള്ളൂ. ആദ്യം തന്നെ ഇതുപോലൊരു പാത്രം എടുക്കുക. സ്റ്റീലിൻ്റെ പാത്രം എപ്പോഴും നല്ലത് കേട്ടോ. പിന്നെ അതിനകത്ത് വെച്ചിട്ട് നമ്മളിത് ഈ ചെറിയ പാത്രത്തിലാണ് എണ്ണ ചൂടാക്കി എടുക്കുന്നത്. അപ്പം നിങ്ങൾ എന്തോരം റോസ്മേരി എടുക്കുന്നുണ്ടോ, നിങ്ങൾക്ക് എന്തോരം എണ്ണ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഈ പാത്രങ്ങളുടെ എല്ലാം വലിപ്പം കൂട്ടാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് എനിക്ക് ഓൾറെഡി ഞാൻ ഉണ്ടാക്കിയ എണ്ണ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലത്തെ ചെറിയൊരു പാത്രം എടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ വെളിച്ചെണ്ണയാണ്. ഇതാണ് ഇവിടുത്തെ വെളിച്ചെണ്ണ. ഇവിടുത്തെ തണുപ്പിൽ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ സെറ്റായിട്ടായിരിക്കുന്നത്. ഇനിമേ നമ്മളിത് ഉരുക്കിയെടുക്കുമ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ശുദ്ധമായ വെളിച്ചെണ്ണയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് ഞാനിപ്പോൾ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ ഇതും എടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വെളിച്ചെണ്ണയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ ഈ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഈ പാത്രം ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ആ പാത്രത്തിൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം ഇതുപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വെളിച്ചെണ്ണ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ? ഇനി ഇതിലിരുന്ന് നന്നായിട്ടൊന്ന് ഉരുകട്ടെ ആദ്യം കേട്ടോ. പെട്ടെന്ന് ഉരുകി വരുന്നുണ്ട്. നമുക്കൊരു ഇച്ചിരി നേരം കൂടെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് മുഴുവൻ ഉരുകും. ഇത് കണ്ടോ, വെളിച്ചെണ്ണ മൊത്തത്തിൽ ഉരുകി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന റോസ്മേരി, ഞാൻ ആ റോസ്മേരിയുടെ ഇല ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇട്ട് തിളപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ ഗുണങ്ങൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ റോസ്മേരി നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും ഒക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ രീതിയിൽ നമ്മളിത് തയ്യാറാക്കി എടുക്കുമ്പോൾ. അപ്പോൾ ഇനി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഇതിൻ്റെ കളറൊക്കെ മാറി വരും. ഇപ്പോൾ ഈ പച്ച ഇലയൊക്കെ ഒന്ന് വാടി അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് ഇറങ്ങി നല്ലൊരു കളറിലേക്ക് ഇത് മാറി വരും. അപ്പോഴാണ് നമുക്കിത് കൂടുതൽ ഗുണങ്ങളോടെ കിട്ടുന്നത്. ഇത് വളരെ ഫലപ്രദമായ ഒന്നാണ്. മുടി പൊഴിച്ചിൽ, അതുപോലെ തലയിൽ താരൻ, മുടിക്ക് ഉള്ളു കുറവ്, അങ്ങനെയുള്ളവർക്കൊക്കെ പരീക്ഷിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആട്ടോ. നല്ലൊരു വിജയിച്ച ഒരു ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ മുടി ഇവിടെ ഒന്ന് ഒരുപാട് പൊഴിഞ്ഞു പോയി, വെള്ളത്തിൻ്റെയും കാലാവസ്ഥയുടെയും ഒക്കെ ആയിട്ട്. അപ്പം ഞാനിതിങ്ങനെ ഒരുപാട് തവണ മുടിയിൽ പരീക്ഷിച്ച് നോക്കി. ഒരുപാട് വ്യത്യാസം, അതായത് മുടി പൊഴിച്ചിലിൽ നല്ലൊരു മാറ്റം വന്നു. മുടിയുടെ താരനൊക്കെ നന്നായിട്ട് കുറഞ്ഞു. അപ്പം നിങ്ങൾക്കും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാട്ടോ. ഇപ്പം കണ്ടോ, ആ ഇലയുടെ കളറൊക്കെ മാറിയിട്ട് എണ്ണയ്ക്കൊരു പച്ച കളറ് വരാൻ തുടങ്ങി. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഒരു പച്ച കളറിലേക്ക് എണ്ണ മാറിയിട്ടുണ്ട്. ഒരു കുറച്ച് സമയം കൂടെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഇലയൊക്കെ ഒന്ന് അരിച്ച് മാറ്റി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് നല്ല ആ കളറൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ഒരു കുറച്ച് നേരം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. കണ്ടോ, ഇലയുടെ ആ പച്ച കളറൊക്കെ മാറി വന്നു. കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. എണ്ണ ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ടിത് ഞാൻ അരിച്ചെടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ റോസ്മേരി ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ കളറൊരു കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഒരു ലൈറ്റ് ഗ്രീൻ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഒലിവ് ഓയിലിൻ്റെയൊക്കെ ഒരു കളറ് പോലെ നമുക്ക് തോന്നും കാണുമ്പോൾ. ഇത് കണ്ടോ, ഈ കളറിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാറി കഴിഞ്ഞതിന് ശേഷം ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമൊക്കെ നമ്മൾ തലയിലൊന്ന് തേച്ച് കൊടുത്താൽ മതി.
നമ്മുടെ മുടി കൊഴിച്ചിലും താരനും അതുപോലെ മുടിയുടെ ആ ഡ്രൈനെസ്സും ഒക്കെ മാറാനും മുടി നന്നായിട്ട് വളരാനും ഇത് നല്ലൊരു ഓയിലാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. വളരെ ട്രെൻഡിങ് ആയ ഒരു ഓയിലാണ്. അപ്പം ഞാനിതിൻ്റെ വെള്ളം സ്പ്രേ ചെയ്യുന്നതിനേക്കാളും അല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് എണ്ണയിലിട്ട് തിളപ്പിക്കുന്നതിനേക്കാളും ഒക്കെ ഗുണം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കണ്ടിട്ടുള്ളത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക് യു.